സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ വെടിനിർത്തൽ കരാർ അവസാനിച്ചോ എന്ന് തോന്നിപ്പിക്കത്തക്ക വിധം ഹമാസ് ഇന്നലെ IDFനെ ആക്രമിക്കുകയുണ്ടായി. IDFന്റെ യെല്ലോ ലൈനിൽ വെച്ച് IDFന് നേരെ ഹമാസിന്റെ ഭീകരർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ തിരിച്ചു വെടിവെക്കുകയും വ്യാപകമായി ഗാസയുടെ ഹമാസ് നിയന്ത്രിത ഭാഗത്ത് ഉള്ളിൽ കിടന്ന വ്യോമ ആക്രമണം നടത്തുകയും ചെയ്തു. ഇത് 28 ആളുകളുടെ മരണത്തിൽ കലാശിച്ചു. IDFന്റെ ഭാഗത്ത് ആൾനാശമോ പരിക്കോ ഇല്ല. 28 പാലസ്തീനികളുടെ മരണത്തിലും 77 പേർക്ക് പരിക്ക് പറ്റുന്നതിലുമാണ് ഈ ക്ലാഷ് അവസാനിച്ചത്. ഇതിനെ സംബന്ധിച്ച് ഹമാസ് പറയുന്നത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ്, അത് IDF നടത്തി എന്നാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് IDF വിത്ത് പ്രൂഫ് പറയുന്നത് തങ്ങളുടെ നേരെ ഉണ്ടായ ആക്രമണത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രത്യാക്രമണം ഉണ്ടായത് എന്നാണ്. IDFന് നേരെ വെടിയുതിർത്തുകൊണ്ട് ഭീകരപ്രവർത്തകർ വരികയും IDF തിരിച്ചു വെടിവെക്കുകയും ഒരാൾ വെടിവെപ്പിൽ അവിടെ തന്നെ മരിച്ചു വീഴുകയും ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് IDF ഭാഷ്യം. അതിനെ തുടർന്ന് IDF ഗാസയുടെ ഉള്ളിൽ കടന്ന് ഹമാസ് നിയന്ത്രിത ഗാസയുടെ ഉള്ളിൽ കടന്ന് വ്യാപകമായ തോതിൽ ആക്രമണങ്ങൾ നടത്തി. അപ്പൊ ഇതിൽ 2 പോയിന്റുകളാണ് പ്രധാനമായിട്ടും ആക്രമിക്കപ്പെട്ടത്. ഒന്ന്, ഒരു മുസ്ലിം റിലീജിയസ് ബിൽഡിംഗ് ആണ് ഗാസ സിറ്റിയിൽ ആക്രമിക്കപ്പെട്ടത്. മുസ്ലിം റിലീജിയസ് ബിൽഡിംഗിൽ അവർ ലക്ഷ്യം വെച്ചത് കമാൻഡർ ഓഫ് ഹമാസ് സിയോടോറൻ ബറ്റാലിയൻ എന്ന് പറയുന്നതാണ്. അതായത് സിയോടോറൻ ബറ്റാലിയൻ എന്ന് പറയുന്ന ഹമാസിന്റെ ഒരു വിങ് ഉണ്ട്. ആ വിങ്ങിന്റെ കമാൻഡർ ഈ മുസ്ലിം റിലീജിയസ് ബിൽഡിംഗിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷനെ തുടർന്നാണ് ആ ബിൽഡിംഗ് അറ്റാക്ക് ചെയ്തത്. കൂടാതെ ഖാൻ യൂനിസിൽ ആക്രമിച്ചത് ഒരു UN റൺ ക്ലബ്ബാണ്. UN-ന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്ലബ്ബ് റൺ ചെയ്യപ്പെടും. ആ ക്ലബ്ബിൽ കൂടുതലായിട്ടും അതിനകത്തുള്ളത് മുഴുവൻ അസൈലം സീക്കേഴ്സ് ആണ്, അതായത് അഭയം അന്വേഷിച്ചു വന്നവരാണ്. അപ്പൊ അതിനകത്ത് ഇവരുടെ ഈ ഹമാസിന്റെ നേവൽ വിങ്ങിന്റെ ചീഫ് ഉണ്ടായിരുന്നു. അപ്പൊ അയാളെ ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഇതില് ഈ നേവൽ വിങ്ങിന്റെ ചീഫ് കൊല്ലപ്പെട്ടോ അല്ലെങ്കിൽ കമാൻഡർ ഓഫ് സിയോടോൺ ബറ്റാലിയൻ ഓഫ് ഹമാസ് കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ല. 28 മരണങ്ങളിലെ എത്ര പേര് ടെററിസ്റ്റുകളാണ്, എത്ര പേര് സിവിലിയൻസ് ആണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല. അൽ ജസീറ റിപ്പോർട്ട് അനുസരിച്ച് കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും കഴിച്ച് ബാക്കിയുള്ളത് ആരാണെന്ന് ഒരിക്കലും അൽ ജസീറ പറയാറില്ല. അപ്പൊ ഇതില് കൊല്ലപ്പെട്ടതിൽ ബഹുഭൂരിഭാഗവും ടെററിസ്റ്റ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നാണ് IDF റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. അവർ സാധാരണ എത്ര ടെററിസ്റ്റുകളെ കൊന്നു, എത്ര സിവിലിയൻസ് മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് അവർ റിപ്പോർട്ടുകൾ നൽകാറില്ല. ഇത്തരം റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിൽ വന്ന ബോഡികളിൽ എത്ര എണ്ണം ടെററിസ്റ്റിന്റേതാണ്, എത്ര എണ്ണം സിവിലിയൻ, അവർ ടെററിസ്റ്റുകളുടെ എണ്ണം പറയല, പെണ്ണുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മാത്രമേ പറയുള്ളൂ. കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ടെററിസ്റ്റുകളെന്നും ബാക്കിയുള്ളവർ എണ്ണിയാൽ മതി. അത്തരത്തിലുള്ള ഒരു നമ്പർ ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സൈഡിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത്, മരിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല. എന്തായാലും ശ്രീ ഇതിന് ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം, അതായത് വെടിനിർത്തലിന് ശേഷം 10-ാം തീയതി നിലവിൽ വന്ന വെടിനിർത്തലിന്, ഒക്ടോബർ 10-ന് നിലവിൽ വന്ന വെടിനിർത്തലിന് ശേഷം ഹമാസ് പലതവണ ഇസ്രായേൽ പട്ടാളത്തെ ആക്രമിക്കുകയുണ്ടായിട്ടുണ്ട്. ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രത്യാക്രമണങ്ങൾ അവർ വാങ്ങിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 300-നടുത്തായി ഇതുവരെ അതിനുശേഷം നടന്ന മരണങ്ങൾ എന്ന് വ്യക്തമാവുന്നു. അപ്പോൾ വാസ്തവത്തിലൊരു വെടിനിർത്തൽ നിലവിലുണ്ടോ എന്ന് തോന്നിക്കത്തക്ക വിധം അവിടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, മരണങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്രമണങ്ങളില്ല, ഇടയ്ക്കൊരു പോസ് ഉണ്ട്. മിക്കവാറും എല്ലാ ദിവസവും ഇസ്രായേലിനെ ഇവരെ ആക്രമിക്കേണ്ടി വരുന്നുണ്ട്. കാരണം യെല്ലോ ലൈനിന് നേരെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് തുരങ്കങ്ങൾക്കുള്ളിൽ നിരവധി ഹമാസ് ഭീകരർ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ആ ഭീകരരുടെ മോചനത്തിൽ അങ്ങേയറ്റം തൽപരരായ ചില ആളുകൾ മറുഭാഗത്തുണ്ടെന്ന് വിചാരിക്കാം. ഈ ഹമാസ് എന്ന് പറയുന്നത് ഒരു പട്ടാളം പോലെ അങ്ങനെ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് അല്ല. ഇതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു തലവനോ അല്ലെങ്കിൽ ഏകീകൃതമായിട്ടുള്ള ഉത്തരവുകളോ ഒന്നുമില്ല. അത് ഓരോ റീജിയനുകളിൽ നിൽക്കുന്നവൻ അവനവന്റെ തോന്നലിനനുസരിച്ച് പെരുമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവന്റെ ആയുധത്തിന് ചെറിയ ഒന്ന് ആക്രമിക്കണമെന്ന് തോന്നുന്നുണ്ടെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ ആയുധമായിട്ട് IDFന്റെ നേരെ നീങ്ങിക്കളയും. കാരണം ഇവരെ സംബന്ധിച്ച് വിജയമൊന്നും അല്ലല്ലോ, ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്നതെന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ തോക്കുമായിട്ട് IDFന്റെ നേരെ വരുന്നത്. എന്തായാലും ശരി, ഹമാസിന്റെ നേതൃത്വം എന്ന് പറയുന്ന ഒരു സാധനം, അതായത് നെഗോസിയേഷനൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ നേതൃത്വമുണ്ട്. ആ പൊളിറ്റിക്കൽ നേതൃത്വം ബന്ധപ്പെടുന്ന
ഈ ടെററിസ്റ്റ് നേതൃത്വം ഈ ഗാസ റീജിയനിലുണ്ട്. പൊളിറ്റിക്കൽ നേതൃത്വം ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിലുള്ള പൊളിറ്റിക്കൽ നേതൃത്വം ഗാസയിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പക്ഷെ ആര് പറഞ്ഞാലും നിൽക്കാത്ത ഒരു സാധനമാണ് ഈ ടെററിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം അവർക്ക് ബേസിക് എഡ്യൂക്കേഷൻ ഇല്ല, ബേസിക് ഡിസിപ്ലിൻ ഇല്ല. ആകെ അറിയാവുന്നത് ജൂവിനെ കൊല്ലണം, ജൂവിനെ കൊല്ലണം, ജൂവിനെ കൊല്ലണം, ഇത് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ തന്റെ ജനത്തിന്റെ വെൽഫെയറോ അല്ലെങ്കിൽ തന്റെ വിജയമോ ഇതൊന്നും ഇവരുടെ വിഷയമല്ല. ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് യുദ്ധം ചെയ്ത് വിജയിക്കണം, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോട് കൂടി യുദ്ധം ചെയ്ത് വിജയിക്കണം, ഒന്നുമില്ല. ആയുധം കയ്യിൽ കിട്ടിയാൽ ഉടനെ ആക്രമണത്തിന് ഇറങ്ങുക. കാരണം മരണമാണ് ലക്ഷ്യം, കൊല്ലലല്ല ലക്ഷ്യം. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവാം, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടാനുള്ള സംഗതികൾ കിട്ടും, ഇവിടുത്തെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. റാൻഡം ആയിട്ടുള്ള അറ്റാക്കാണ് സംഭവിക്കുന്നത്. ഇന്നിപ്പം ഖാൻ യൂണിസിലാണെങ്കിൽ നാളെ റാഫ റീജിയനിലായിരിക്കും, ഇന്ന് ഗാസ സിറ്റിയുടെ റീജിയനിലായിരിക്കും മൂന്നാമത്തെ ദിവസം വരുന്നത്. ഇവർ എവിടുന്നാണ് ആക്രമിക്കുന്നത് പറയാൻ പറ്റില്ല. ചെറിയൊരു ആക്രമണത്തിന് വലിയ തിരിച്ചടികൾ നൽകുക എന്നുള്ളതാണ് ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ള നടപടി. അപ്പൊ അവർക്ക് ഇന്നലെ കിട്ടിയ ഈ ഒരു ആക്രമണത്തെ തുടർന്ന് ഇവരുടെ കമാൻഡേഴ്സിനെയും നേവൽ ചീഫിനെയും ഒക്കെ ലക്ഷ്യം വെക്കാൻ സാധിച്ചു. വാസ്തവത്തിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ കമാൻഡേഴ്സോ നേവൽ ചീഫോ ഒന്നും അറിഞ്ഞുകൊണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവര് തിരിച്ചൊരാക്രമണം പ്രതീക്ഷിക്കാതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിലീജിയസ് ബിൽഡിങ്ങിലോ അല്ലെ ക്ലബിലോ എല്ലാം നിൽക്കുന്ന എല്ലാം ആളുകളുടെ ഇടയിൽ, കോമൺ ആയിട്ട് ആളുകളുടെ ഇടയിലാണ് ഇവർ പോയി നിൽക്കുക. കാരണം ആക്രമണം വന്നു കഴിഞ്ഞാൽ കൊല്ലപ്പെടുന്നതിൽ 10 സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എപ്പോഴും ഏത് സമയത്തും ഹമാസിന്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് നമ്മൾ വിചാരിക്കണം. അപ്പൊ ഇതില് ഇനിയും ഈ പറയുന്ന വെടിനിർത്തൽ കരാറിനെ സംബന്ധിച്ച് ഒന്നാമത്തെ സ്റ്റേജ് ഇതുവരെ നടന്നിട്ടില്ല. കാരണം 3 ഡെഡ് ബോഡികൾ ഇനിയും തിരിച്ചു കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ ഹമാസ് പറയുന്ന ഡെഡ് ബോഡികൾ കാണാനില്ല, തങ്ങളുടെ നിയന്ത്രണത്തിലല്ല, തങ്ങൾ വിചാരിച്ചാൽ തിരിച്ചു കിട്ടുകയില്ല എന്നാണ്. ഇസ്രായേൽ പറയുന്നത് അങ്ങനെയല്ല, ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ സ്ഥലങ്ങളിലുണ്ട്, അവർ തരാത്തതാണ്. അപ്പൊ ഈ ഒരു 3 ഡെഡ് ബോഡിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കാതെ സ്റ്റേജ് നമ്പർ 2 പോകാൻ പറ്റില്ല. സ്റ്റേജ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഹമാസിന്റെ നിരായുധീകരണമാണ്. ഹമാസിന്റെ നിരായുധീകരണം എന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അതായത് ട്രംപിന്റെ പ്ലാൻ എന്തായാലും ഇവിടെ വന്ന് ഉരുണ്ട് നിന്ന് ഒന്നാമത്തെ ഈ പറയുന്ന സ്റ്റേജിന്റെ അങ്ങേയറ്റത്ത് പോയിട്ട് ഇങ്ങനെ ഉരുണ്ട് നിൽക്കത്തേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഇതെങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. എന്തായാലും ഈജിപ്ത് ഈ ഗാസ റീജിയനിലേക്ക് വേണ്ടി 3000 പാലസ്തീനികൾക്ക് പോലീസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് അഭയാർത്ഥികളായിട്ട് ചെല്ലുന്ന പാലസ്തീനികൾ ധാരാളമുണ്ട്. അതിനൊരു 3000 എണ്ണത്തിലെങ്കിലും പോലീസാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റുമോ എന്നായിരിക്കും ഒരുപക്ഷെ ഈജിപ്ത് ശ്രമിക്കുന്നുണ്ടാവുക. എന്തായാലും 3000 പാലസ്തീനികൾക്ക് പോലീസ് ട്രെയിനിങ് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ പോലീസ് ട്രെയിനിങ് കിട്ടിയ പാലസ്തീനി ഈ ഗാസയിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഹമാസിന്റെ കൂടെ കൂടുതലാണ്, അവനെ കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും. ഈ തോക്കുമായി നടക്കുന്ന അല്ലെങ്കിൽ ആരെ കണ്ടാലും കൊല്ലാൻ നിൽക്കുന്ന ഹമാസിനെ നിയന്ത്രിക്കാൻ ഈ പോലീസ് ട്രെയിനിക്ക് സാധിക്കുമോ? അവൻ കൂടെ കൂടി അവന്റെ കൂടെ കൂടും. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും 3000 പോലീസുകാരെ UN ഫണ്ടൊക്കെ അതിനുവേണ്ടി വാങ്ങിയെടുത്തിട്ടുണ്ട്. ആ ഫണ്ടൊക്കെ വാങ്ങി ഈജിപ്തുകാരെ ഇതിനകത്ത് നിന്ന് 3000 പേരെ ട്രെയിൻ ചെയ്ത് പോലീസാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനു പുറമെ ലെബനോണിലെ സ്ട്രൈക്കുകൾ ഇസ്രായേൽ തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ പല കേന്ദ്രങ്ങളും സ്ട്രൈക്ക് ചെയ്യുകയും അത് ഹിസ്ബുള്ള കേന്ദ്രങ്ങളാണ് എന്ന് ലെബനോണിന് തെളിവ് കൊടുക്കുകയും നിങ്ങൾ നിരായുധീകരിക്കാം എന്ന് പറഞ്ഞ ആളുകൾ ഇതിനിടയിലൂടെ നടത്തിയ ബിൽഡപ്പ് ഇതാണ് എന്ന് ലെബനോൺ ഗവൺമെന്റിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ 3-4 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഹിസ്ബുള്ള ബിൽഡപ്പുകൾക്ക് നേരെയാണ്. ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹു അതിനിടയിൽ സിറിയയില് ഈ കഴിഞ്ഞ യുദ്ധത്തിൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഹെർമോൺ മൗണ്ടിന്റെ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ ഇന്നലെ നെതന്യാഹു വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സിറിയയ്ക്ക് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ മണ്ണിൽ നിങ്ങൾ പ്രവേശിച്ചു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം അതിന് ഇസ്രായേൽ പറയുന്ന മറുപടി അവിടെ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ അടക്കം സിറിയയിൽ നിന്നുള്ള ടെററിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദമുള്ള ആളുകൾ, ഇസ്ലാമിസ്റ്റുകൾ, ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അടക്കം ആക്രമിക്കുന്നത് നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കുക, അതിനുശേഷം നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ മതി എന്നാണ്. അപ്പം അൽഷാറ ഈ സിറിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ടുള്ള അദ്ദേഹം പറയുന്നത് ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു തരണം, അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ടോക്കുകളാവാം എന്നാണ് അൽഷാറ കഴിഞ്ഞ ദിവസം ഇസ്രായേലുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ടോക്കിൽ സംസാരിച്ചത്. അതിൽ തട്ടി ആ ടോക്ക് അവസാനിച്ചു. അപ്പൊ ഇസ്രായേൽ ആ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള സയൻസിൽ അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇന്റർനാഷണൽ ലോ അനുസരിച്ച് അത് നിലനിൽക്കുന്ന ഒരു സംഗതിയല്ല. കാരണം അത് സിറിയയുടെ ഭാഗമാണ്. പക്ഷേ ഇസ്രായേൽ പിടിച്ചിറക്കിയ ഭാഗം തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല, അത് വിശാല ഇസ്രായേലിന്റെ ഭാഗമാണ് എന്നൊരു നിലപാടാണ് ഇസ്രായേലിനുള്ളത്. അത് നിയമപരമല്ല നിശ്ചയമായിട്ടും, പക്ഷെ അവരുടെ ആറ്റിറ്റ്യൂഡ് അതാണ്. അപ്പം അതിലാണ് ഇപ്പോൾ ചർച്ചകൾ മുട്ടി നിൽക്കുന്നത്. എന്തായാലും സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലത്ത് ഇന്നലെ നെതന്യാഹു വീണ്ടും 2ാമത്തെ തവണയാണ് ഇപ്പോൾ വിസിറ്റ് നടക്കുന്നത്. നേരത്തെ യുദ്ധത്തിനിടയിലൂടെയായിരുന്നു വിസിറ്റ് ഉണ്ടായിരുന്നത്. 2ാമത്തെ തവണ വിസിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ തവണ വിസിറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് സിറിയയുടെ തലസ്ഥാനം
ഞങ്ങൾ പിടിച്ചെടുത്ത സ്ഥലത്ത് നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് ഒറ്റ മിസൈൽ കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ വേണമെങ്കിൽ തീർക്കാനേ ഉള്ളൂ എന്നാണ് അന്ന് അദ്ദേഹം ഉദ്ദേശിച്ച് നമുക്ക് മനസ്സിലാക്കാം. അതിനിടയിലുള്ള വെസ്റ്റ് ബാങ്കിൽ 2 പാലസ്തീനിയൻ ചെറുപ്പക്കാരെ ഇസ്രായേലെ ആക്രമിച്ച് സൂയിസൈഡ് ബോംബിംഗ് ആയിരുന്നു. ആക്രമിച്ച് 2 ഇസ്രായേൽക്കാരെ കൊല്ലുകയും അവർ സ്വയം മരിക്കുകയും കൂടാതെ ഏതാനും പേർക്ക് മുറിപ്പെടുത്തുകയും ചെയ്ത സംഭവം ഇതിലുണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ പോലീസ് വെസ്റ്റ് ബാങ്ക് അരിച്ചുപറിക്കൊണ്ടിരിക്കുകയാണ്. ടെററിസ്റ്റുകളെ അന്വേഷിച്ച് അവരെ ഏകദേശം ഇന്നലെ 150ഓളം ആളുകളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആളുകളെ അവർ പിടിച്ചുകൊണ്ട് പിന്നെ ജയിലിലിടുന്നുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ഹാമാസ് എന്ന് പറയുന്ന ഈ ഒരു ഭീകര സംഘടന ഇസ്രായേലിന് ആവശ്യത്തിനുള്ള അവസരങ്ങൾ അങ്ങോട്ട് നൽകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. പാലസ്തീന്റെ ഫോർമേഷനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ചിന്തിക്കാനെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തയെ എല്ലാം ഉടയ്ക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഹാമാസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും അത് ഇസ്രായേലിനെ ചെറിയ തോതിൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അതിനിടയിലൂടെ ഈജിപ്തില് അവരുടെ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ അവർ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ റീജിയണിൽ ഈ റഷ്യൻ ഇൻഫ്ലുവൻസ് കുറയ്ക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ട്രംപിന്റെ 20 പോയിന്റ് പ്ലാനിന്റെ ഒക്കെ അടിസ്ഥാന ആശയം. അപ്പം റഷ്യ എന്തായാലും അതിനിടയിലൂടെ അവരുടെ ഈജിപ്ത് പഴയ റഷ്യൻ അലയാണ്. പിന്നീട് ഇസ്രായേലുമായിട്ടുള്ള വിഷയങ്ങളിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള സഹായം കിട്ടാതെ പിന്നീട് ഈജിപ്ത് അമേരിക്കൻ പക്ഷത്ത് പോയി ചേരാനുണ്ടായിട്ടുള്ളത്. അപ്പൊ അവിടേക്ക് എങ്ങനെ തിരിച്ച് കയറാം എന്നുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയാണ് റഷ്യ. അപ്പൊ അങ്ങനെ ഈ പാലസ്തീൻ വിഷയം വീണ്ടും 2ാമത്തെ റൗണ്ടിലെത്തി. ഇങ്ങനെ എപ്പോഴും ചീഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിന്റെ ആ ഒരു മുതലെടുപ്പിന്റെ ഭാഗമായി റഷ്യ അവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനം ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്.